ഏഷ്യ പസഫിക്, കാനഡ പുതിയ 2 ഭദ്രാസനങ്ങൾ നമ്മൾ രൂപീകരിച്ചുള്ളൂ. അപ്പം പരിശുദ്ധ ബാവ തിരുമനസിന് ഈ 2 ഭദ്രാസനങ്ങളെക്കുറിച്ച് ഉള്ള അഭിപ്രായവും സങ്കല്പങ്ങളും എന്താണെന്നൊന്ന് പറയാം. ഈ 2 ഭദ്രാസനങ്ങളും നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ പഠിക്കാനും ജോലി ചെയ്യാനും പോകുന്നു. അവിടെയൊക്കെ അവരായിരിക്കുന്നു. നമുക്ക് യൂറോപ്പിലെ ലണ്ടൻ, അയർലൻഡ്, സ്കോട്ട്ലൻഡ് മുതലായ സ്ഥലങ്ങളിൽ നമ്മുടെ ആൾക്കാർ വളരെയധികം താമസിച്ച് ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഇന്ന് യൂറോപ്പ് ലണ്ടൻ യൂറോപ്പ് ഭദ്രാസനത്തിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയുള്ള മൈഗ്രേഷൻ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഏഷ്യ പസഫിക്കിലേക്കും അതുപോലെ കാനഡയിലേക്കും. അവിടെയൊക്കെ പോകുന്നവർ അവിടുന്ന് അവർക്ക് പോരാനും സാധിക്കുകയില്ല, അവരവിടെ താമസിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ രാജ്യങ്ങൾക്ക് തന്നെ ഇവരുടെ സാന്നിധ്യവും അവിടെ ആവശ്യവുമാണ്. അതുകൊണ്ട് അവരുടെ സെറ്റിൽമെൻ്റ് ഉണ്ടാകുമ്പോൾ അവരെ ആത്മീയമായി കേറ്റർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അവർക്ക് ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ പള്ളികൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ കാനഡയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിദൂരമായ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വെട്ടിക്കൽ തേറായിൽ വെച്ച് അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ പറയുകയായിരുന്നു, 350 മൈൽ യാത്ര ചെയ്ത് ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്, പള്ളിയിൽ ആരാധനയ്ക്ക് പോകാറുണ്ട്. അത് ഞങ്ങൾക്ക് വലിയ വിഷയമില്ല. പക്ഷേ 1000 മൈലൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു 300-350 മൈലുകൾക്ക് ഉള്ളിലൊരു പള്ളി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ നല്ലതാണ്. കാരണം കാനഡ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡമാണ്, അവിടെ വിസ്തൃതമായ സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് വളരെ സാധ്യതകളുണ്ട്. ഒരു 10-15 പള്ളികളും 10-20 പള്ളികൾ മാത്രം ഉണ്ടായിരുന്ന കാനഡയിൽ ഇന്ന് ഭദ്രാസനമാക്കി കഴിഞ്ഞപ്പോൾ 45-50 പള്ളികളായിട്ടുണ്ട്. പള്ളികളും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പള്ളികളല്ല, ഇടവകൾ, കോൺഗ്രിഗേഷൻസ് ആയിട്ടുണ്ട്. അത് 4, 5, 8, 10 ഒക്കെ ഇതൊക്കെയുള്ളതാണ്. അതിൻ്റെയും വളർന്നു വരും. ഇവിടെ ആൾക്കാർ അവിടെ ഉണ്ട്. പിന്നെ അവർ അറിഞ്ഞു കേട്ട് വരുമ്പോഴത്തേനും ഇവരെല്ലാം ഇങ്ങോട്ട് വരും. അത് തന്നെ ആണ് ഓസ്ട്രേലിയയിൽ നമ്മൾ കാണുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സിംഗപ്പൂര്, മലേഷ്യ, കോലാലംപൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഇതുപോലെയുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ട്. ഈവന് അമേരിക്കയിൽ നിന്ന് പോലും ഇന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേഷനുണ്ട്, ന്യൂസിലൻഡിലേക്ക് മൈഗ്രേഷനുണ്ട്. കാരണം അവിടെയെല്ലാം അവർ കുറേ കൂടെ കംഫർട്ടബിളായുള്ള ജോലിയും താമസമൊക്കെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഓസ്ട്രേലിയയിലും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ക്ലൈമറ്റ് വളരെ കുറവാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ പോലുള്ള ക്ലൈമറ്റൊക്കെയാണ്. അതേസമയത്ത് അമേരിക്കയിലാണെങ്കിൽ എക്സ്ട്രീം ക്ലൈമറ്റുണ്ട്. ചൂടാകുമ്പോൾ വലിയ ചൂടും തണുപ്പാകുമ്പോൾ വലിയ തണുപ്പും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആളുകളുടെ. പിന്നെ സാച്ചുറേറ്റഡ് ആയിരിക്കുന്ന ജോലി സാധ്യതകൾ സാച്ചുറേറ്റഡ് അല്ലാത്ത ഒരു സ്ഥലമാണ് പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡൊക്കെ. അതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ യാത്ര ഉണ്ടാകുന്നുണ്ട്. ഓസ്ട്രേലിയയിലും ഇതുപോലെ ഇപ്പോൾ 47 കോൺഗ്രിഗേഷൻസും പള്ളികളുമായിട്ട് നമുക്കുണ്ട്. അതുകൊണ്ട് നല്ലൊരു വികസനമാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് 22 പള്ളിയും 30 പള്ളിയും ഒക്കെ ഉള്ളതായ അനേക ഭദ്രാസനങ്ങളുണ്ട്. അപ്പോൾ അന്നേരം 10-47 ഉണ്ടെന്ന് പറയുമ്പോൾ നല്ലതാണ്. എന്നാൽ ആൾ കുറവാണ്, ഇവിടുത്തേതുപോലെയുള്ള ആളില്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷേ വികസന സാധ്യതയും വളർച്ചയുടെ സാധ്യതയും ഈ 2 ഭദ്രാസനത്തിലും വളരെ നന്നായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിനുവേണ്ടി അതിൻ്റെ വികസനത്തിന് വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. നമുക്ക് അപ്പോൾ തന്നെ ഭദ്രാസന ആസ്ഥാന നിർമ്മാണത്തെക്കുറിച്ച് വല്ല പദ്ധതികളോ പ്ലാനുകളോ ഉണ്ടോ? ഓൾറെഡി നമ്മൾ ഓസ്ട്രേലിയയിലൊരു ഭദ്രാസന ആസ്ഥാനം, ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായിരിക്കുന്ന കാൻബറയിൽ തന്നെ ഒരു വസ്തു വാങ്ങിക്കാൻ എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. ഞാനും കൂടെ ചെന്നപ്പോഴാണ് എഗ്രിമെൻ്റ് ഫൈനലാക്കി. അവിടെ അധികം താമസിയാതെ അതിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ പണിയത് തുടങ്ങും. ഇതുപോലെ തന്നെ കാനഡയിൽ താൽക്കാലികമായ ഒരു ആസ്ഥാനമുണ്ട്. അതൊരു നല്ല ആസ്ഥാനം ഉണ്ടാകാനുള്ള ശ്രമമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ക്രമീകരണമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥിരമായി താമസിക്കുന്ന ഒരു മെത്രാച്ചനുണ്ടായെങ്കിലേ സാധിക്കുള്ളൂ. അത് ഈ 2 ഭദ്രാസനങ്ങൾക്കും അധികം താമസിയാതെ 2 മെത്രാച്ചന്മാരെ തിരഞ്ഞെടുത്ത് വാഴിച്ച് അയക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവരവിടെ നിൽക്കുമ്പോഴേ ഇപ്പോൾ ഉള്ളവരെന്ന് പറയുന്നത് എല്ലാം ഇവിടെ ഭദ്രാസനങ്ങളുള്ളവരാണ്. അവരവിടെ പോവുകയും വരികയും ചെയ്യുന്നതാണ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭദ്രാസന അമേരിക്കയിലെ തിരുമേനി കാനഡ നോക്കുന്നുണ്ട്, ഇവിടുത്തെ ദിയസ്കോറോസ് തിരുമേനി ഓസ്ട്രേലിയ നോക്കുന്നുണ്ട്. പക്ഷേ അവർക്ക്
ഇടയ്ക്കിടയ്ക്ക് പോകാനും വരാനേ പറ്റുള്ളൂ. പക്ഷെ അവിടെ സ്ഥിരമായിരിക്കുന്ന ഒരാളുണ്ടാകുമ്പോഴാണ് എൻ്റെ വികസനം കുറേ കൂടെ നന്നായിട്ട് വരുന്നത്.